ഇപ്പം മൃണാളിൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് ഇറ്റ്സ് മോബ് സൈക്കോളജി. പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നു, അതായത് വെറുതെ ഷുഗർ കോട്ട് ചെയ്യലോ സുഖിപ്പിക്കലോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടലോ. ഇപ്പോൾ ഞാൻ മൃണാളിനെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വങ്കോക്കെ ആയിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. ഇല്ല, അപ്പോൾ ഇങ്ങനെ പോയിന്റ് ബ്ലാങ്കിൽ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാവും. അത് എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സിനിമയെക്കുറിച്ച് പച്ചയ്ക്ക് പറയുന്നുണ്ട്, ഈ ഇഷ്ടം പോലെ എന്തുണ്ട് ശത്രുക്കളുണ്ട്. എന്നിട്ട് കോൺസെപ്റ്റ് മിക്ക ആളുകൾക്കും മനസ്സിലായിട്ടില്ല. ആൾക്കാരിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നു. ായിട്ട് ബ്ലേറ്റന്റ് ആയിട്ട് അഭിപ്രായം പറയുന്ന ആളുകൾക്ക് ശത്രുക്കളുണ്ടാവും. അത് സ്വാഭാവികം. ലൂസിഫർ പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ അത്രയും പൂർത്തി പറഞ്ഞതാണ് ലൂസിഫർ സിനിമ. അത് കഴിഞ്ഞ് വിക്രം കണ്ടപ്പോൾ, ലോകേഷിന്റെ വിക്രം കണ്ട സമയത്ത് അത് നിരിപ്പ് സിനിമ. അപ്പം ഞാൻ ആ റിവ്യൂവിനെ തുറന്നു, ലൂസിഫർ ഒക്കെ ഡ്രാമയാണെന്ന്. ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി, ഇത് ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ആൾക്കാർക്ക് എന്ത് സൂക്കടാ, വെറുതെ ഇതാ പറഞ്ഞേ ഇദ്ദേഹത്തെ കണ്ടുകൂടാ. ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്ക് പറയാം. അത് ഗംഭീര സിനിമ ആയിക്കോട്ടെ, ഏവറേജ് സിനിമ ആയിക്കോട്ടെ, എന്ത് സിനിമയായി കഴിഞ്ഞാലും ലോകത്ത് ഇന്നോളം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മോശം സിനിമയാണെന്നുള്ള വൻ പ്രൊപ്പഗാൻഡ സിനിമാക്കാർ നടത്തും, അവർ ബന്ധുക്കൾ നടത്തും, സുഹൃത്തുക്കൾ നടത്തും, എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ കണ്ടുകൂടാത്ത സകല ആളുകൾ നടത്തും. സത്യമായിട്ട് നടത്തും, എനിക്കറിയാം. അപ്പോൾ നമ്മൾ കുറേ കാലം വിമർശിച്ച് നടന്ന ആളൊരു സാധനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശനം വരും. പിന്നെ ആ വിമർശനങ്ങളോട് മൃണാൾ എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം ഞാൻ ഇന്ന് വരെ ആരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറ്റേ ബെല്ലൈക്കൺ തൂങ്ങിയാടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൃണാൾ അങ്ങനെ പറയാൻ കേട്ടില്ല. അത് ഓരോ ആൾക്കാരുടെ ബേസിക് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങളുടെ സൗകര്യം കണ്ടാൽ മതി എന്നേ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം വന്ന് കഴിച്ചാൽ മതി എന്നേ. അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇയാൾ അഹങ്കാരിയാണ്, ഇയാൾ ഇത്രയും നാളും വിമർശിച്ചു, അതുകൊണ്ട് പിന്നെ ഇയാൾ എന്താണ് വിമർശനത്തിന് നേരെ അസഹിഷ്ണുനാവുന്നത് എന്ന് പറഞ്ഞിട്ട് വേണ്ട. അറ്റാക്ക് ചെയ്യുന്നതോറും അയാൾ വളരേ ഉള്ളൂ. എന്നെ അറ്റാക്ക് ചെയ്താണ് പിന്നെ എനിക്ക് ഇത്ര പിന്നെ ഫോളോവേഴ്സ് ഇത്ര റീച്ച് ആയത്. എന്നെ മൈൻഡാക്കാൻ വിട്ടിട്ട് ഒരു കുഴപ്പമില്ലേ. ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കമൻസ് വിട്ട് പോസ്റ്റ് വിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ ആളുകൾ നല്ല ബിസിനസ്സൊക്കെ തുടങ്ങി സെറ്റായിട്ട് നല്ല ലക്ഷറി ലൈഫ് നയിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.